പ്രമേഹം എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു വാക്ക് ഈയിടെ വളരെയധികം ജനങ്ങളുടെ ഇടയിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതിന് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വ്യത്യസ്തമായ ശാസ്ത്രശാഖകൾ നമുക്ക് നൽകുന്നത്. എങ്കിലും ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ മുന്നിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ശരീരത്തിന്റെ ആന്തരികമായ പരിസ്ഥിതിയെ തകരാറിലാക്കും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണത്തിനകത്ത് കൂടുതൽ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂറിനുള്ളിൽ ശരീരത്തിൽ രക്തത്തിനകത്ത് പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയും ഈ വർധനവ് ആന്തരിക പരിസ്ഥിതിയെ തകരാറിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഒടുങ്ങാത്ത ക്ഷീണം, ഒടുങ്ങാത്ത ദാഹം, തളർച്ച മുതലായവ സൂചനകളുമായി പ്രമേഹം നമ്മളെ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നേ അവരുടെ ഏകകം അനുസരിച്ച് പ്രമേഹം ഭയങ്കരമായി കൂടിയിരിക്കുന്നു എന്നും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂറിൽ അത് പഞ്ചസാരയായിട്ട് രക്തത്തിൽ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ പഞ്ചസാരയുടെ അളവിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള സംവിധാനവും ശരീരത്തിലുണ്ട്. അതിനെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന ഗ്രന്ഥി ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കണമോ അത്ര കാലത്തേക്കാണ് നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിത്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹകരമായ ഭക്ഷണവും ഉചിതമല്ലാത്ത ശാരീരിക മാനസിക വ്യാപാരങ്ങളും ഈ ഗ്രന്ഥിയെ വല്ലാതെ തളർത്തും. ഒടുവിൽ അമിതമായ ജോലിയെ ഭാരം ചെയ്ത ഒരുവൻ തളർന്നു വീഴുന്നത് പോലെ ഈ ഗ്രന്ഥി കുറെ കാലമാകുമ്പോൾ തന്നെ പണിമുടക്കാൻ തുടങ്ങും. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഈ പഞ്ചസാരയുടെ അളവ് അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാതെ ന്യൂട്രലൈസ് ചെയ്യാതെ നിൽക്കുകയും ചെയ്യുകയാണ് പ്രമേഹം ഒരാളെ ആക്രമിച്ചിട്ട് തോന്നുന്നത്. അത് ഏതാണ്ട് ഒരു 35 മുതൽ 45 വയസ്സിനിടയിൽ സാധാരണക്കാരിൽ കണ്ടുവരുന്നു. ഇതാണിപ്പോൾ പ്രമേഹത്തിൻ്റെ. ഇതിന് ഇതുവരെ തെളിയിക്കാത്ത ഒരു വസ്തുത, ആധുനിക വൈദ്യശാസ്ത്രം പ്രമേഹത്തിന് ഒരുപാട് ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു മരുന്ന് പോലും പ്രമേഹ രോഗികളിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനെ ശക്തിപ്പെടുത്താനോ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനോ കഴിയുന്ന ഒന്നുമില്ല എന്ന് ഇതുവരെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു മരുന്ന് കൊടുക്കുക, തൽക്കാല ശാന്തി കിട്ടുക, കുറേ കാലം കഴിയുന്നുണ്ടെങ്കിൽ ഇനി പിടിച്ച് നിൽക്കാവത്തില്ല, ശരീരത്തിൽ ഏതെങ്കിലും അവയവം പഴുക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയുക, ശേഷം വളരെ ദുരിതപൂർണമായൊരു ജീവിതം ആ രോഗിക്ക് നൽകുകയും പിന്നീട് വളരെ പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ പറയും കുറേ കാലം ഹോസ്പിറ്റലായിരുന്നു, അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്ത്, ഇതായിരിക്കും വിധി എന്ന് പറഞ്ഞിട്ടുക. യഥാർത്ഥത്തിൽ എന്താണ് ഇതിനൊരു പരിഹാരം, മറ്റു ശാസ്ത്രശാഖകൾ പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കോട്ട ധ്യാന കേന്ദ്രം, അതുപോലെ പരമ്പരാഗതമായ ചികിത്സാ രീതികൾ, ഇവയൊക്കെ തന്നെ ഒത്തിരി രോഗികളെ പ്രമേഹത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുള്ള കഥകൾ വളരെ വ്യക്തമാണ്. ആർക്കും പോയി അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന, സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അതിനുപരിയായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം പുല്ലുവില പോലും നൽകാതെ പുച്ഛിച്ച് തള്ളുന്ന പ്രകൃതി ജീവനം എന്ന് പറയുന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഒരുപാട് ഒരുപക്ഷെ ആയിരക്കണക്കിന് രോഗികളെ മാർച്ച് പാസ്റ്റ് നടത്തിക്കത്തക്ക രീതിയിൽ രോഗാതുരതയിൽ നിന്ന് മുക്തമാക്കാൻ ഈ പ്രകൃതി ജീവന സമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതി ജീവന ചര്യകളിൽ നോക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് സാക്ഷ്യം നിൽക്കാൻ തയ്യാറാണ്. എന്താണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ നോക്കാം. ശരീരത്തിനുള്ള അടങ്ങിയിരിക്കുന്ന ഈ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഭക്ഷണക്രമം. രണ്ടാമതായിട്ട് ഫൈബർ, നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം. നാരുകൾ കൂടുന്തോറും ഈ ഇൻസുലിൻ പഞ്ചസാരയുടെ അളവ് കുറയുകയും നാരുകൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതുമായ ഒരു കാഴ്ച. അതാണ് സയൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണം, അതുപോലെ തന്നെ പിന്നെ കൂടുതൽ പഞ്ചസാര, അമിതമായ പഞ്ചസാര. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കൂടുതൽ പഞ്ചസാര ഉണ്ടാക്കുന്ന ഒരു കഥകൾ. പക്ഷേ ഈ ചോറിനകത്ത് വേണ്ടത്ര ബാലൻസ്ഡ് റൈസ് ആണെങ്കിൽ, അതായത് ബ്രോൺസ് അല്ലെങ്കിൽ തവിട് കളയാത്ത റൈസ് ആണെങ്കിൽ അതിനകത്ത് ബാലൻസ്ഡ് ഫുഡായി മാറുകയാണ്. പഞ്ചസാരയുടെ അളവിന് തുല്യമായ രീതിയിൽ ഫൈബർ അവിടെ ചെല്ലുകയാണ്. അതിന് പകരം നമ്മളിപ്പം കഴിക്കുന്ന ഏറ്റവും തവിട് മുഴുവൻ പൂർണ്ണമായി കളഞ്ഞ് മാത്രമല്ല കുറേ ഏറെ കെമിക്കൽസിനകത്ത് മുക്കിക്കൊണ്ടുവരുന്ന ചോറാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ പഞ്ചസാര മാത്രമായി മാറുകയാണ്. ഒപ്പം തന്നെ കുറേ മാരകമായ വിഷങ്ങളുമാണ് അതിൻ്റെ കൂടെ ചെല്ലുന്നത്. ഇതിനെ പരിഹരിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? നല്ല ഭക്ഷണം കഴിച്ചു നോക്കൂ. പ്രമേഹ രോഗി ദിവസത്തിൽ ഒരു പ്രാവശ്യം റോ ഫുഡ് കഴിക്കണം. ഏതാണ്ട് 50% വ്യത്യാസം, 50% ശാരീരിക ക്ഷീണത്തിനും അവശതയ്ക്കും കുറവ് കാണാൻ കഴിയും ഒരാഴ്ചക്കാലത്തിന് ശേഷം പോലും. അത്രത്തോളം സാധ്യത ആഹാര കാര്യത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരത്തിൻ്റെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കിക്കൂടി. നല്ല ആഹാരം, വളരെ ശുദ്ധമായ ആഹാരത്തിൻ്റെ ഒരു ക്രമം തന്നെ പ്രകൃതി ജീവനക്കാർ പറയുന്നുണ്ട്. ഈ ആഹാരത്തെ നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി
പ്രമേഹത്തെ പരിഹരിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് പോലുള്ള ഒത്തിരി ഗ്രന്ഥികൾ നമ്മുടെ ഘടനയുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശാരീരിക വ്യായാമ മുറകൾ, ഈ ശാരീരിക വ്യായാമ മുറകൾ കൊടുത്തു കഴിഞ്ഞാൽ 25% വ്യത്യാസം രോഗികളുണ്ടാകാം. 50, 25, 75% വ്യത്യാസം അവിടെ തന്നെ ഉണ്ടായി. മൂന്നാമതായിട്ട് മാനസിക ചര്യകൾ. ഒരു പ്രമേഹ രോഗിയെ ഇപ്പോൾ ഒരു രോഗിയായിട്ട് മുദ്ര അടിക്കുക. അയാൾ എപ്പോഴും അയ്യോ ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും നല്ലത് കിട്ടാനില്ലല്ലോ, എൻ്റെ മക്കളുടെ കല്യാണമൊന്നും നടന്നില്ല, അവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല, ഇങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് അയാൾ ദിനം പ്രതി ഓരോ ഇഞ്ചും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ അവസ്ഥ കൂടി മാറ്റി ഒന്നുമില്ല പേടിക്കാൻ, ഇത് സാധാരണ വന്ന ഒരു വേരിയേഷൻ മാത്രമാണ്, തൽക്കാലം ഈ വേരിയേഷനെ ഒന്ന് അതിജീവിക്കാൻ അല്പം പഥ്യം സൂക്ഷിക്കണമെന്നുള്ള, ബാക്കിയൊക്കെ മാറിക്കൊള്ളും എന്നൊരു കരുത്ത് മനസ്സിനോടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കാലിബർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ 100% വ്യത്യാസം ഈ രോഗിയിൽ കാണിക്കാൻ കഴിയും. പ്രകൃതി ജീവനം വളരെ വ്യക്തമാണ്, വളരെ ഓപ്പണാണ്, ആർക്കും മനസ്സിലാക്കാൻ കഴിയും. വന്നോളൂ, പ്രകൃതി ചികിത്സകൾ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ജീവിതചര്യകളിൽ കൂടി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രമേഹ രോഗികളെ ധൈര്യമായിട്ട് വരാം. മറ്റേത് ശാസ്ത്രശാഖ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി അധികം ശതമാനം വിജയം ഉറപ്പായിട്ട് കിട്ടും. ഒരു വലുതായിട്ടൊരു ചെലവുമില്ലാതെ. ഇതാണ് സത്യം. ഇത് ഋഷീശ്വരന്മാർ നമുക്ക് പുണ്യം നൽകിയ പുണ്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയല്ല, അല്ലെങ്കിൽ പുതുതായിട്ട് ആരും കണ്ടുപിടിക്കുന്നത്.